എല്ലാവർക്കും നമസ്കാരം. CMSന്റെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹിന്ദി അധ്യാപികയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം അല്ലേ? അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് കയ്യിലെടുക്കുക, ഒരു പെൻസിലും കൂടെ വച്ചേക്കുക. കാരണം നമ്മൾ അർത്ഥം വായിച്ച് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ഒരുപാട് കാണും. അതിനകത്തൊന്ന് അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ അർത്ഥം ഒന്ന് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ടെക്സ്റ്റ് എടുക്കുക. നിങ്ങൾ എടുക്കേണ്ട പേജ് എന്ന് പറഞ്ഞാൽ 7ാമത്തെ പേജാണ്. എടുത്തോ? ഈ പേജ് എടുക്കണം. ശരി, അപ്പോൾ അതിലൊരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? ആ ചിത്രം എന്താണ്? ആ ചിത്രത്തിൽ കാണുന്നതെന്ന് പറഞ്ഞു നോക്കിയേ. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, ഏകദേശം ഒരു 10-11 വയസ്സ് പ്രായം തോന്നിക്കുന്ന 2 കുട്ടികളാണ് ആണല്ലോ. അപ്പൊ അവരെങ്ങനെയാണ്? സ്കൂൾ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത് തോന്നുന്നു. കാരണം ബാക്കിൽ സ്കൂൾ ബാഗൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് അവർ ചെയ്യുന്നത് പറഞ്ഞേ? അവരുടെ പെൺകുട്ടിയുടെ കയ്യിൽ എന്തോ സാധനം ഇരിപ്പുണ്ട് അല്ലേ? അതിന് ഈ ആൺകുട്ടി രണ്ടുപേരും കൂടെ വളരെ കൗതുകത്തോടു കൂടി നോക്കുകയാണ് കയ്യിലിരിക്കുന്ന സാധനം. എന്താണ് കയ്യിലിരിക്കുന്ന സാധനം നമുക്ക് നോക്കാം. നമ്മുടെ പാഠത്തിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്താണ്. ശരി, അപ്പൊ ഇത്രയുമാണ് ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങളാണല്ലോ. ഇനി താഴെ ഒരു ബോക്സിൽ ഒരു 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് വായിക്കാം, നിങ്ങളും കൂടെ എൻ്റെ കൂടെ ഒന്ന് വായിക്കാം. प्यार बारिश की पहली बूंदों में है, प्यार फूलों की खुशबू में है, प्यार ढलते सूरज की किरणों में है, प्यार हर नए दिन की उम्मीद में है. വായിച്ചോ? ഞാൻ അർത്ഥം പറഞ്ഞുതരാം. പ്യാർ എന്താണ്? പ്യാർ അതെ, സ്നേഹം അല്ലെങ്കിൽ ലവ്. പ്യാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ബാരിഷ് കി പെഹലി ബൂന്ദോ മേ ഹേ. ബാരിഷ് എന്ന് വെച്ചാൽ എന്താണ്? മഴ. മഴയുടെ ആദ്യ തുള്ളികളിലാണ് സ്നേഹം ഇരിക്കുന്നത്, അല്ലെങ്കിൽ മഴയുടെ ആദ്യ തുള്ളികളിൽ സ്നേഹമുണ്ട്. ഇനി പ്യാർ ഫൂലോ കി ഖുശ്ബൂ മേ ഹേ. സ്നേഹം പൂക്കളിലെ സുഗന്ധത്തിലുണ്ട്. അപ്പൊ സ്നേഹം എവിടെയുണ്ട്? പൂക്കളിലെ സുഗന്ധത്തിലുണ്ട്. പ്യാർ ढलते सूरज की किरणों में है. അല്ലേ? ഉദിച്ചുയരുന്ന സൂര്യന്റെ കിരണങ്ങളിലുണ്ട്. ഉദിച്ചുയരുന്ന സൂര്യന്റെ. प्यार हर नए दिन की उम्मीद में है. സ്നേഹം എന്ന് പറയുന്നത് എല്ലാ പുതിയ ദിവസത്തിന്റെയും വിശ്വാസമാണ്, വിശ്വാസത്തിൽ ആണ്. എന്താണ്? प्यार हर नए दिन की उम्मीद में है. സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാ പുതിയ ദിനത്തിന്റെയും വിശ്വാസത്തിലുണ്ട്. അപ്പൊ ഇത് പറയുന്നത് സ്നേഹത്തിനെ കുറിച്ചാണ് അല്ലെ? സ്നേഹത്തിന്റെ ഒരു 4 ഡെഫിനിഷനാണ് പറയുന്നത്. സ്നേഹം എവിടെയൊക്കെ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ 4 സെന്റൻസിൽ ഒതുങ്ങുന്നതാണോ സ്നേഹം എന്ന് പറയുന്നത്? ആണോ? അല്ല. അപ്പോൾ നമുക്ക് പഠിക്കാം. ഇന്നത്തെ നമ്മുടെ ഇക്കായി ഏക്കില് 2 ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ 2 ചാപ്റ്ററിലും പറയുന്നത് സ്നേഹത്തിനെ കുറിച്ച് തന്നെയാണ്. സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങളെ കുറിച്ചാണ് ഈ 2 ചാപ്റ്ററിലും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ തൊട്ടടുത്ത പേജ് ഒന്ന് മറിച്ചു വെക്കാം. നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരാണ് ബീർ ബഹൂട്ടി. എന്താണ് ബീർ ബഹൂട്ടി? എന്താണ് ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബീർ ബഹൂട്ടി എന്താണ്? ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാല് ഒരു ചെറിയ പ്രാണിയാണ് കേട്ടോ. ഒരു ചെറിയ പ്രാണി എന്ന് പറഞ്ഞാൽ മഴക്കാലങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ചെറിയൊരു പ്രാണിയാണ് എന്ത്? ഈ ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞ പ്രാണി. ഒരു ചെറിയ റെഡ് കളറിൽ അല്ലെ, രക്തവർണ്ണത്തിൽ കാണപ്പെടുന്ന ഒരു പ്രാണിയാണ് എന്തോന്ന്? ഈ ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ. അപ്പോ നിങ്ങൾക്ക് വിചാരിക്കും ഈ ബീർ ബഹൂട്ടിയുടെ കഥയായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പാഠമല്ല. ബീർ ബഹൂട്ടിയുടെ പാഠമല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബീർ ബഹൂട്ടിന്റെ ഹെഡിങ് ഉണ്ടെങ്കിൽ ബീർ ബഹൂട്ടിയുടെ ചാപ്റ്റർ അല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബീർ ബഹൂട്ടി ഈ പാഠത്തിലെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്ന പാഠം കണ്ടന്റ് എന്ന് പറഞ്ഞാല് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ജീവൻ में दोस्ती का मूल्य. जीवन में दोस्ती का मूल्य क्या है? यह हम इस चैप्टर में पढ़ते हैं.
കാര്യം മനസ്സിലായോ? ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും സുഹൃത്ത് ബന്ധത്തിന്റെ വില എന്താണ് എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു കഥയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പാഠത്തിലോട്ട് കടക്കാം അല്ലെ? എല്ലാവരും ടെക്സ്റ്റ് എടുക്കാം. ബീർ ബഹൂട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയ കഹാനിക്കാർ പ്രഭാതാണ്. ബീർ ബഹൂട്ടി ഏത് പ്രോക്തിയിൽ വരുന്നു എന്ന് പറഞ്ഞു. പ്രോക്തി എന്ന് പറഞ്ഞാൽ നമ്മളത് ഏത് ടൈപ്പ് എഴുത്താണ് എന്ന് വെച്ചാൽ കഹാനിയാണോ, കവിതയാണോ, ഉപന്യാസാണോ, നിബന്ധാണോ, ആത്മകഥ, ജീവനി, ഇതൊക്കെയാണ് പ്രോക്തി എന്ന് പറയുന്നത്. പാഠം എന്താണ്? ബീർ ബഹൂട്ടി ഏത് പ്രോക്തിയിൽ വരുന്നതാണ്? കഹാനിയിലാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ബീർ ബഹൂട്ടി എന്താണ്? ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലോട്ട് കിടക്കാം. ഞാൻ ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിക്കും, നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഈ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകണം. അത് പിന്നീട് ഞാനത് നിങ്ങൾക്ക് വാട്സപ്പിൽ എൻ്റെ ശബ്ദാർത്ഥം തരുന്നതായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ നോക്കിക്കോളൂ. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था। वे खेतों जंगलों के ऊपर छाए हुए थे। सारा आकाश मेघों से भरा था। मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी। पेड़ों के तने अभी भी गीले थे। मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे। खेतों में छोटा छोटा बाजरा उगा था। बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी। बारिश की हवा में गीले गीले खेतों और बारिश की हरियाली की गंध खुली हुई। മനസ്സിലായോ? എല്ലാവരും എൻ്റെ കൂടെ വായിച്ചോ? ശരി. അപ്പോൾ നമുക്ക് ഇത് അർത്ഥം പറയാൻ ശ്രദ്ധിക്കൂ. ബാദൽ ബഹുത് ബരസ് ലിയേ ഥേ. ബാദൽ മീൻസ് മേഘം. അപ്പൊ മേഘം, ബരസ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? പെയ്യുക. മനസ്സിലായോ? ബാദൽ ബഹുത് ബരസ് ലിയേ ഥേ. മേഘം ഒരുപാട് പെയ്തു കഴിഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? മഴ ഒരുപാട് പെയ്തു. മനസ്സിലായോ? ബാദൽ ബരസ്ന എന്ന് വെച്ചാൽ മഴ പെയ്യുക എന്നതിനാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ ബാദൽ മേഘം ഒരുപാട് പെയ്തിരുന്നു എന്ന് വെച്ചാൽ മഴ ഒരുപാട് പെയ്തു കഴിഞ്ഞിരുന്നു. फिर भी बहुत सारा पानी उनमें बचा हुआ था. അപ്പൊ ഇത്രയും മഴ പെയ്തിട്ടും അതിൽ ഇനിയും ഒരുപാട് വെള്ളം എന്തുണ്ട്? ബച്ചാ ഹുവാ. ബച്ചാ ഹുവാ ഥാ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അവശേഷിച്ചിരുന്നു. കാര്യം മനസ്സിലായോ? അപ്പോ മഴ ഒരുപാട് പെയ്തു, പക്ഷെ ഇനിയും പെയ്യാനുണ്ട്. അതെന്ത് കാണുമ്പോൾ മനസ്സിലാവും? ബാദൽ കാണുമ്പോൾ മനസ്സിലാവും. മേഘം കാണുമ്പോൾ മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവൂടെ? എങ്ങനെ മനസ്സിലാവും? നല്ല ഇരുണ്ടിരിക്കും അല്ലെ? മേഘം നല്ല കറുത്ത കളറായിരിക്കും. ഈ കറുത്ത മേഘങ്ങള് എവിടെയൊക്കെ പരന്നു കിടന്നിരുന്നു? ഛായാഹുവ എന്ന് വെച്ചാല് പരന്നു കിടക്കുക. എവിടെയൊക്കെയാണ്? വയലിന്റെ മേലെയും കാടുകളുടെ മുകളിലൊക്കെ ഇത് നല്ല പരന്ന് കിടന്നിരുന്നു. എന്ത് പരന്നു കിടന്നിരുന്നു? ഈ കറുത്ത മേഘങ്ങള് പരന്നു കിടന്നിരുന്നു. സാരാ ആകാശ് മേഘോം സെ ഭരാ ഥാ. ആകാശം നിറയെ, ആകാശം ഫുള്ളും ഈ മേഘങ്ങൾ നിറഞ്ഞിരുന്നു. മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മേഘോं की छायाओं में गीली हवाएं इधर उधर घूम रही थी. അപ്പോൾ ഈ മേഘത്തിന്റെ നിഴലിൽ ഗീലി ഹവായം എന്ന് വെച്ചാൽ എന്താണ്? നനഞ്ഞ കാറ്റ്. ഗീലി എന്ന് വെച്ചാൽ നനഞ്ഞ കാറ്റ് അവിടെ ഇവിടേക്ക് എന്ത് ചെയ്തു? കറങ്ങിക്കൊണ്ടേ നടന്നു. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? മഴ പെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു തണുത്ത കാറ്റായിരിക്കും അടിക്കുക അല്ലേ? അപ്പൊ ആ ഒരു തണുത്ത കാറ്റ് എല്ലായിടവും അടിച്ചു എന്നാണ്. पेड़ों के तने अभी भी गीले थे. पेड़ എന്താണ്? വൃക്ഷം. തന വൃക്ഷത്തിന്റെ തടി. അപ്പോൾ വൃക്ഷങ്ങളുടെ തടി ഇപ്പോഴും അഭിഭി ഗീലെ എന്നാണ് അർത്ഥം? ഇപ്പോഴും നനഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. മൂംഗ്ഫലിയോं के हरे खेतों में पीले फूल अभी भी गीले थे. മൂംഗ്ഫലിയാം എന്ന് പറഞ്ഞാൽ നിലക്കടലയാണ് കേട്ടോ. അപ്പൊ നിലക്കടലയുടെ ഹരേ ഖേത്തോമേ പച്ച വയലിൽ, അപ്പൊ നിലക്കടല കൃഷി ചെയ്യുന്ന വയലിൽ പീലേ ഫൂൽ അഭിഭി ഗീലെ थे. അപ്പോൾ നിലക്കടലയിലെ പൂവിന്റെ എന്താണ്? നിലക്കടലയുടെ പൂവിന്റെ നിറം മഞ്ഞക്കടല. പീല മഞ്ഞ. അപ്പൊ നിലക്കടലയുടെ പച്ച വയലില് ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്? മഞ്ഞ നിറത്തിലുള്ള അവയുടെ പൂക്കൾ നിൽക്കൊണ്ട് അവയും
നനഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട്? നല്ല മഴ പെയ്ത് തോർന്നിരിക്കുന്ന സമയമാണ് അല്ലേ? അതുകൊണ്ട് നിലക്കടലയുടെ മഞ്ഞപ്പൂക്കളിലും നനഞ്ഞിരിക്കുന്നു. खेतों में छोटा छोटा बाजरा उगा था. വയലുകളിൽ ചെറിയ ചെറിയ ബാജ്ര, ബാജ്ര ഒരു ധാന്യത്തിന്റെ പേരാണ് കേട്ടോ, ബാജ്ര. അപ്പൊ ഈ വയലുകളില് ചെറിയ ചെറിയ ബാജ്ര ഇങ്ങനെ മുളച്ചു നിൽപ്പുണ്ട്. ബാജ്രയുടെ തൈകള് വിത്ത് ഇങ്ങനെ മുളച്ചു നിൽപ്പുണ്ട്. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई. അപ്പൊ ഈ ബാജ്രയുടെ ലംബെ നീളമുള്ള പതലെ മെലിഞ്ഞ, അപ്പൊ നീളമുള്ള മെലിഞ്ഞ പാത്തോമേ, പാത്തോമേ അറ്റത്ത്, ഇലകളുടെ അറ്റത്ത് നമ്മുടെ വെള്ളം പോലും തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നനഞ്ഞിരിക്കുന്നത്? എന്തൊക്കെ നനഞ്ഞു എന്നാണ് പറയുന്നത്? ഇത് നമ്മുടെ വൃക്ഷങ്ങളുടെ തടികൾ നനഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ ബാജ്ര, ബാജ്ര എന്ന് പറയുന്ന ഈ വിത്തിന്റെ അറ്റം ഒക്കെ നനഞ്ഞിരിപ്പുണ്ട്. പിന്നെ മൂങ്ഫലിയൊക്കെ പീലിയപ്പൂണ്ട് അല്ലെ, മൂങ്ഫലിയുടെ മഞ്ഞ കളറുള്ള നമ്മുടെ പൂക്കളും എന്ത് ചെയ്യാണ്? നനഞ്ഞിരിക്കുകയാണ്. ഇനി बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. अब ഈ മഴയുടെ കാറ്റിൽ, ഈ തണുത്ത കാറ്റിൽ ഗീലെ ഖേത്തോം നനഞ്ഞ, ഗീലെ ഖേത്തോം അല്ല നനഞ്ഞ വയലുകളുടെയും പിന്നെ പച്ചപ്പിന്റെയും മഴയുടെയും ഗന്ധം അല്ലെ, ഒരു സുഗന്ധം. മഴ പെയ്യുമ്പോൾ ഒരു സുഗന്ധമില്ലേ? മഴ പെയ്ത് ആദ്യമായിട്ട് മഴ പെയ്യുമ്പോഴുള്ള മണ്ണിനും ഒരു സുഗന്ധമാണ് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ മണം തങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ അവിടെയൊക്കെ പരന്നു നിൽക്കുന്നു. കാര്യം മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ വായിച്ചാൽ ശ്രദ്ധിച്ചിരിക്കുക. ബാദൽ ബഹത് ബരസ് രഹേ थे, മഴ ഒരുപാട് പെയ്തു. फिर भी बहुत सारा पानी उनमें बचा हुआ था. എന്നിട്ടും ഒരുപാട് ഒരുപാട് വെള്ളം മേഘങ്ങളിൽ നിൽപ്പുണ്ടായിരുന്നു, അവശേഷിച്ചിരുന്നു. അപ്പൊ ഈ മേഘങ്ങൾ, ഈ കറുത്ത മേഘങ്ങൾ എവിടെയൊക്കെയാണ്? വയലുകളിലും കാടുകളിലേക്ക് മേളിങ്ങനെ പരന്ന് കിടപ്പുണ്ട്. സാരാ ആകാശ് മേഘോം സേ ഭരാ താ. ഈ മേഘങ്ങൾ മുഴുവൻ ആകാശം നിറഞ്ഞു കിടപ്പുണ്ട്. മേഘോം കി ഛായാവോ മേ ഗീലി ഹവായേ ഇധർ ഉധർ ധൂം രഹി ഥി. എന്താണ്? ഈ മേഘങ്ങളുടെ നിഴലുകളിൽ ഈ നനഞ്ഞ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പേടോം കെ തനി അഭി ഭി ഗീലേ ഥേ. വൃക്ഷങ്ങളുടെ തടികളും ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. മൂങ്ഫലിയോം കെ ഹരേ ഖേത്തോം മേ പീലേ ഫൂൽ അഭി ഭി ഗീലേ ഥേ. നിലക്കടലയുടെ പച്ചവയലിൽ, നല്ല പച്ചവയലിൽ മഞ്ഞപ്പൂക്കളും നനഞ്ഞിരിക്കുകയാണ്. खेतों में छोटा छोटा बाजरा उगा था. വയലിൽ ചെറിയ ചെറിയ ബാജ്ര മുളച്ചു നിൽപ്പുണ്ട്. ബാജ്രയ്ക്ക് ലംബേ പത്തലെ പാത്തോ മേ പാനി കി ബൂന്ദേ അടക്കി ഹുയി थी. ഈ ബാജ്രയുടെ നല്ല നീളമുള്ള മെലിഞ്ഞ അറ്റത്തും വെള്ളത്തുള്ളികൾ തങ്ങി നിൽക്കുകയാണ്. ബാരിഷ് കി ഹവാ മേ ഗീലെ ഖേത്തോം അവർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് खुली हुई. ഈ മഴയുടെ കാറ്റിൽ അല്ലെ, മഴയുടെ കാറ്റിൽ നനഞ്ഞ വയലിന്റെയും മഴയുടെ പച്ചപ്പിന്റെയും ഗന്ധം തങ്ങി നിൽക്കുന്നതിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ട് നടക്കുന്നു. എന്നുവെച്ചാൽ നല്ല ഒരു ഗന്ധം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് അർത്ഥം. മനസ്സിലായി കാണും. അടുത്ത പാരഗ്രാഫ് നോക്കിയോളൂ. उन्हें वीर बहुटियों से मिलना होता था. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में वीर बहुटियां खोजा करते थे. सुर्ख मुलायम गदबदी वीर बहुटी, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंग होती थी. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर वीर बहुटियां खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी पूरी जमीन पर बैठ जाया करते थे. അപ്പോ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ പഠിച്ചതെന്ന് പറഞ്ഞാല് ഒരു പ്രകൃതിയുടെ മനോഹാരിത, അല്ലെങ്കിൽ പ്രകൃതി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള
ഒരവസ്ഥയാണ് അല്ലെ. ഈ കഥ നടക്കുന്ന സമയത്ത് ഉള്ള പ്രകൃതിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏത് സമയമാണ്? ആ മഴ പെയ്ത് നനഞ്ഞ തറയുള്ള സമയം എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി അടുത്ത പാരഗ്രാഫിൽ പഠിക്കുന്നത് നമ്മുടെ കഥയിലെ ഒരു നായകനെയും നായികയും അല്ലെ. കഥയിലെ രണ്ട് കഥാപാത്രങ്ങളാണ്. 11 വയസ്സ്, ഏകദേശം 11 വയസ്സ് പ്രായമുള്ള രണ്ട് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ. അവര് ഒന്ന് സാഹിൽ ഓർ ബേല. സാഹിൽ എന്ന ആൺകുട്ടിയും ബേല എന്ന പെൺകുട്ടിയും. അപ്പൊ ഇവരെ കുറിച്ചാണ് ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ശ്രദ്ധിക്കുക. ഉനിയെ ബീർ ബഹൂട്ടിയോം സെ മിൽനാ ഹോതാ ഥാ. അവർക്ക് ആർക്കൊക്കെയാണ്? ബേലയ്ക്കും സാഹിലിനും. അപ്പൊ ബേലയ്ക്കും സാഹിലിനും ബീർ ബഹൂട്ടിയോം സെ മിൽനാ ഹോതാ ഥാ. അവര് ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു. ആർക്ക്? സാഹിലിനും ബേലയ്ക്കും. സോ വേ സ്കൂൾ കേ ലിയേ ഘർ സെ കുച്ച് സമയ പഹലെ നികൽ ആതി ഥി. അപ്പൊ ഈ ബീർ ബഹൂട്ടികളെ കാണുന്നതിന് വേണ്ടിയിട്ട് സാഹിലും ബേലയും എന്ത് ചെയ്യും? സ്കൂളിൽ പോകാൻ വേണ്ടി ഒരു അല്പം സമയം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും. മനസ്സിലായോ? कस्बे से सटे इन खेतों में बीर बहूटियां खोजा करती थी. കസ്ബ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രദേശങ്ങളെയാണ് കസ്ബ എന്ന് പറയുന്നത്. കസ്ബെ സെ സटे इन खेतों में ചെറിയ ആ പട്ടണത്തോട് ചേർന്ന ഈ വയലുകളില് ബീർ ബഹൂട്ടിയാं खोजा करती थी. ഇവരെന്ത് ചെയ്യും? രണ്ടുപേരും കൂടെ ബീർ ബഹൂട്ടികളെ അവരന്വേഷിക്കും. കാര്യം മനസ്സിലായോ? അപ്പോൾ എന്താണ്? രണ്ട് കുട്ടികളാണ് നമ്മുടെ കഥയിലുള്ളത്. ബേല और സാഹിൽ. वे दोनों कौन कौन होगा? അവരാരായിരിക്കാം? ഒരു പക്ഷേ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് സുഹൃത്തുക്കളായിരിക്കും അല്ലെ. അപ്പൊ ഇവർക്ക് ബീർ ബഹൂട്ടികളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് സാധാരണ സ്കൂളിൽ പോകാൻ എത്തുന്ന സമയത്തിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെയുള്ള വയലില്, ഈ പോകുന്ന വഴിയിലുള്ള വയലില് അവിടെ നിന്ന് എന്ത് ചെയ്യും? അവര് ബീർ ബഹൂട്ടികളെ തിരയും. സുർഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയ. ഇനി അടുത്ത് പറയുന്നത് നമ്മുടെ ബീർ ബഹൂട്ടികളെ കുറിച്ചാണ്. എങ്ങനെയാണ് ബീർ ബഹൂട്ടി ഇരിക്കുന്നത്? സുർഖ്. സുർഖ് എന്ന് വെച്ചാൽ അണ്ടർലൈൻ ചെയ്യുക, രക്തവർണം, ബ്ലഡ് കളർ. മനസ്സിലായോ? സുർഖ് എന്ന് വെച്ചാൽ രക്തനിറം. ബീർ ബഹൂട്ടിയുടെ രൂപത്തിനെ കുറിച്ചാണ് പറയുന്നത്. രക്തവർണത്തോടു കൂടിയ മുലായം, വെരി വെരി സോഫ്റ്റ് അല്ലെ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ഗദ്ബദി നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബീർ ബഹൂട്ടിയ. അപ്പൊ എങ്ങനെയാണ് ബീർ ബഹൂട്ടിയ? സുർഖ്, മുലായം, ഗദ്ബദി ബീർ ബഹൂട്ടിയ. മനസ്സിലായോ? അടുത്തത് धरती पर चलती फिरती खून की प्यारी प्यारी बूंदे. ധർത്തി എന്താണ്? ഭൂമി, അല്ലെങ്കിൽ നമുക്കിവിടെ തറയിലെന്ന് പറയാം. അപ്പൊ ഭൂമിയിലെ കൂടെ ചുറ്റി കറങ്ങുന്ന ധർത്തി ഫിർത്തി. എന്താണ് ചലത്തി ഫിർത്തി? എന്താണ്? ചുറ്റി കറങ്ങുന്ന രക്തത്തുള്ളി, രക്തത്തിന്റെ നല്ല എന്താണ്? പ്യാരി പ്യാരി എന്നുവെച്ചാൽ എന്താണ്? നല്ല നമ്മുടെ ലൗലി എന്ന് പറയാറില്ലേ? അതാണ് പ്യാരി പ്യാരി കേട്ടോ. അപ്പൊ രക്തത്തിന്റെ തുള്ളികൾ. അപ്പോൾ ബീർ ബഹൂട്ടി ഒരുപാട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. രക്തത്തുള്ളികൾ ഇങ്ങനെ 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 കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതാണ് അവിടെ നമ്മുടെ കഹാനിക്കാർ നമ്മുടെ ബീർ ബഹൂട്ടി ഏതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഖൂൻ കി ബൂന്ദേ. നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുക. കാരണം പിന്നീട് അത് അവരെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ ആവശ്യമില്ല. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഏതാണ്? ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദേ എന്ന് പറയുന്ന ഈ ഒരു വരി. മനസ്സിലായല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് ബീർ ബഹൂട്ടിയെ കുറിച്ച് നമ്മൾ എന്തൊക്കെ വിശേഷണങ്ങൾ ഇവിടെ പറഞ്ഞു? സുർഖ്, മുലായം, ഗദ്ബദി, खून की प्यारी प्यारी बूंदी. ओके, उनके बस्ते उनके पेट पर लगे होते थे, कंधों पर टंग होते थे. ഇനി അടുത്ത് പറയുന്നത് നമ്മുടെ രണ്ട് കുട്ടികളെ കുറിച്ചാണ്. അവരുടെ ബാഗ്, ബസ്ത എന്ന് വെച്ചാൽ ബാഗ്, അവരുടെ പീഠ് പർ ലഗേ ഹോത്തെ थे. ബാക്കിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. എവിടെ? കന്ധോं पर टंग होते थे. അവരുടെ തോളിൽ അല്ലേ? അവരുടെ തോളിൽ ഇങ്ങനെ ബാഗുകൾ തൂക്കിയിട്ടു. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर बीर बहूटियां खोजते थे. അടുത്ത് പറയുന്നു അവര് രണ്ടുപേരും പരസ്പരം ഏക് ദൂസരെ രണ്ടുപേരും കൂടെ ബഹത് നസ്ദീക് रहकर വളരെ അടുത്ത് നിന്നിട്ട്, ബൽക്കി कहना चाहिए ഒന്ന് എടുത്ത് പറയണം. കാരണം അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാലും വീണ്ടും എടുത്ത് പറയണം. എന്തുകൊണ്ട്? ബിൽക്കുൽ സട്കർ വളരെ ചേർന്ന് നിന്നിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? കണ്ടോ? പിക്ചറിൽ കണ്ടില്ലേ? ആ താഴെ കിടക്കുന്ന പടത്തിൽ കണ്ടില്ലേ? രണ്ടുപേരും വളരെ അടുത്ത് നിന്നുകൊണ്ട് താഴെ എന്തിനു പരതുകയാണ്? തേടുകയാണ്? ബീർ ബഹൂട്ടികളെ തേടുകയാണ്.
उन्हें देखने के लिए वे बारिश की गंध भरी पूरी जमीन पर बैठ जाया करते. അപ്പോൾ ഈ ബീർബഹൂട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? മഴയുടെ ഗന്ധമുള്ള തറയിൽ ഇരിക്കുന്നു. ഇരുന്നാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ ബീർബഹൂട്ടികളെ തേടുന്നത്. കാര്യം മനസ്സിലായല്ലോ? ഒന്നുകൂടെ വായിക്കാം. ഉനേം ബീർബഹൂട്ടിയോं से मिलना होता था. പറയുന്നർത്ഥം അവർക്ക് ബീർബഹൂട്ടികളെ കാണണമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കിട്ടണമായിരുന്നു. സോ വേ സ്കൂൾ के लिए घर से कुछ समय पहले निकल आती थी. അതുകൊണ്ട് തന്നെ അവർ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. കസ്ബേ സേ സटे इन खेतों में ബീർബഹൂട്ടിയാ खोजा करती थी. ആ ചെറിയ പട്ടണത്തോട് ചേർന്ന വയലിൽ അവർ ബീർബഹൂട്ടികളെ തേടുമായിരുന്നു. सुर्ख मुलायम गदबदी बीरबहूटिया धरती पर चलती फिरती खून की प्यारी प्यारी बूंदी. രക്തനിറത്തിലുള്ള വളരെ മൃദുലമായ വളരെ സ്മൂത്തായ കുഞ്ഞു കുഞ്ഞു ബീർബഹൂട്ടികൾ എന്താണ് ഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങുന്ന എന്താണ് രക്തത്തിന്റെ ചെറിയ ചെറിയ തുള്ളികൾ. उनके बस्ते उनकी पीठ पर लगे होते थे, कंधों पर ठंग होती थी. അവരുടെ ബാഗുകൾ അവരുടെ പുറകിൽ തോളിൽ തൂക്കിയിട്ട് ഉണ്ടായിരുന്നു. वे एक दूसरे के बहुत नजदीक रहकर बल्कि कहना चाहिए बिल्कुल सटकर ബീർബഹൂട്ടിയാ खोजते थे. അവർ എങ്ങനെ ഇരുന്നിട്ടാണ് രണ്ടുപേരും കൂടെ ബീർബഹൂട്ടികളെ തിരഞ്ഞത്? അവര് പരസ്പരം വളരെ അടുത്തു നിന്നിട്ട്, അത് പ്രത്യേകിച്ച് എടുത്തു പറയണം. എന്താണെന്ന് പറഞ്ഞാല് അവര് വളരെ അടുത്ത്, താഴെ പിക്ചറിലുള്ളതുപോലെ അല്ലെ, വളരെ അടുത്ത് ചേർന്ന് നിന്നാണ് അവരെ ബീർബഹൂട്ടികളെ തിരഞ്ഞുകൊണ്ടിരുന്നത്. उन्हें देखने के लिए वे बारिश की गंध भरी पूरी जमीन पर बैठ जाया करती थी. അപ്പൊ ഈ ബീർബഹൂട്ടികളെ കാണുന്നതിന് വേണ്ടിയിട്ട് അവർ മഴയുടെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ആ തറയില് ഇരിക്കുമായിരുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബേലയുടെയും സാഹിലിന്റെയും ബീർബഹൂട്ടിയെ തിരയാൻ പോകുന്ന ഒരു കാഴ്ച പറയുന്നത്. അപ്പൊ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി പറയുന്നത് അവർ തമ്മിലുള്ള സംഭാഷണമാണ്. നോക്കുക. बेला देखो इस बीरबहूटी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा. तुमने कुछ सुना बेला? हाँ सुना, पहली खंडी लग गई है, लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. മനസ്സിലായോ എന്താണ്? അപ്പോ സാഹില് പറയാണ്, ബീർബഹൂട്ടികളെ അവർ വളരെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിനിടയില് സാഹില് പറയാണ്, സാഹിലിന് പെട്ടെന്ന് മനസ്സിൽ ഒരു കമ്പാരിസൺ വരികയാണ് അല്ലെ. അപ്പൊ പറയാണ്, ബേല നോക്ക്, ബീർബഹൂട്ടിക്കാരൻ തുമാരെ റിബൺ കെ ജേസെ ലാലേ. ഈ ബീർബഹൂട്ടിയുടെ നിറം, രംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിറം. ബീർബഹൂട്ടികളുടെ നിറം ഏതുപോലെയാണ്? നിന്റെ തലയിൽ കെട്ടിരിക്കുന്ന റിബൺ പോലെ ചുവപ്പാണ്. ലാൽ എന്താണ്? ചുവപ്പ്. അപ്പൊ നമ്മള് ഈ രണ്ട് പാരഗ്രാഫിലും ഈ ഒരു കോൺവെർസേഷനിലും കൂടെ കുറെ നിറങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാരും ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞിട്ട് നോക്കാം. സാഹിലെ കഹ, ബേല देखो इस बीरबहूटी का रंग तुम्हारे रिबन के जैसे लाल है. ബേല, ഈ ബീർബഹൂട്ടിയുടെ നിറം നിന്റെ റിബൺ പോലെ എന്ത് നിറമാണ്? ചുവന്ന നിറമാണ്. തുമ്നെ കുച്ച് സുനാ ബേല. പെട്ടെന്നാണ് നമ്മുടെ സാഹിൽ എന്തോ ശ്രദ്ധിച്ചത്. അവൻ പറഞ്ഞു, നീ എന്തെങ്കിലും കേട്ടോ ബേല? ഹാ സുന പെഹലി ഖണ്ഡി ലഗൈ. കേട്ടു. എന്താണ് കേട്ടത്? ആദ്യത്തെ ബെല്ലടിച്ചു. സ്കൂളിലെ ബെല്ല് അടിക്കുന്ന ശബ്ദം, ഫസ്റ്റ് ബെല്ലടിക്കുന്ന ശബ്ദം അവര് കേട്ടു. ലേക്കിൻ മുझे पेन में स्याही भी भरवानी है दुकान से. പക്ഷെ എനിക്ക് മഷിയില്ല, പേനയിൽ മഷിയില്ല, അതുകൊണ്ട് കടയിൽ നിന്നും പേനയിൽ മഷി നിറയ്ക്കാൻ പോണല്ലോ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു പേജ് ഞാൻ പഠിപ്പിച്ചു. അപ്പോ ഇപ്പൊ പഠിച്ച ഈ ഒരു പേജ് നിങ്ങളെ നന്നായിട്ട് വീട്ടിൽ നിന്ന് വായിച്ചു നോക്കണം. ഇതിന്റെ ശബ്ദാർത്ഥം നിങ്ങൾ കുറെ അണ്ടർലൈൻ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ശബ്ദാർത്ഥം എല്ലാം കൂടെ ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് വാട്സപ്പിൽ ഇട്ട് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളത് നോട്ട്ബുക്കിൽ എഴുതുക മാത്രമല്ല ചെയ്യേണ്ടത്, നന്നായിട്ടത് പഠിച്ചുകൂടെ വരും.